ഒടുവിൽ പവനായി ശവമായി. ഈ വാക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചേരുന്നത് തമിഴ്നാട്ടിലെ BJP അധ്യക്ഷൻ അണ്ണാമലയ്ക്കാണ്. അണ്ണാമലൈ IPS ഉദ്യോഗസ്ഥനായിരുന്നു. IPS ഉദ്യോഗം രാജിവെച്ചാണ് അണ്ണാമലൈ BJP ചേർന്നത്. മോദിയോടുള്ള ആരാധന മൂത്ത് ഉടൻ തന്നെ അണ്ണാമലയെ BJP സംസ്ഥാന അധ്യക്ഷനാക്കി മാറ്റി. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അണ്ണാമലയുടെ വീരവാദങ്ങളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ചെറുതൊന്നുമല്ല വീരവാദങ്ങൾ. BJP കുറഞ്ഞത് 10 സീറ്റ് നേടും. ഇതാണ് അണ്ണാമലൈ പറഞ്ഞത്. BJPക്ക് AIADMKയുടെ സഹായം വേണ്ട. AIADMKയുടെ തണലിലാണ് BJP നിന്നത്. അപ്പോഴാണ് 2-3 സീറ്റുകൾ കിട്ടിയത് തമിഴ്നാടിന്റെ ചരിത്രത്തിൽ ആദ്യമായി. പക്ഷെ ഇത്തവണ AIADMK ചവിട്ടി പുറത്താക്കി BJP. കാരണം ഈ അണ്ണാമലയുടെ നാക്ക് ശരിയല്ല. ഈ വായിന്ന് പോകുന്ന വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പ്രയാസമാണ്. ഇത് IPS ഉദ്യോഗസ്ഥനായ അണ്ണാമലയ്ക്ക് മനസ്സിലായില്ല. ജയലളിതയെ കുറ്റം പറഞ്ഞു, പക്ഷെ അണ്ണാദുരയെയും കുറ്റം പറഞ്ഞു. അതോടെ AIADMK ചവിട്ടി പുറത്താക്കി. ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചു. 99% സീറ്റിലും കെട്ടിവെച്ച കാശ് പോയി. പലയിടത്തും 3-ാം സ്ഥാനത്തെത്തി, ചിലയിടത്ത് 4-ാം സ്ഥാനത്തെത്തി. കോയമ്പത്തൂരിൽ അണ്ണാമലയും തോറ്റു. മോദി 2 പ്രാവശ്യമാണ് പര്യടനത്തിലെത്തിയത് തമിഴ്നാട്ടിൽ. 2 അല്ല 3 പ്രാവശ്യം പര്യടനത്തിലെത്തി തമിഴ്നാട്ടിൽ. ഒരു രക്ഷയുണ്ടായി. അണ്ണാമല ഇപ്പോ ആകെ തകർന്നിരിക്കുക. കണ്ട അണ്ടനെ അടോടിനെ ഒക്കെ പിടിച്ച് മോദി മന്ത്രിയാക്കി. അണ്ണാമലയുമായി BJPയുമായി കുലബന്ധമില്ലാത്ത മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരെ പോലും മന്ത്രിയാക്കി. പാവം അണ്ണാമലയ്ക്ക് മാത്രം മന്ത്രിസ്ഥാനം കിട്ടിയില്ല. പ്രതീക്ഷിച്ചിരുന്നു അണ്ണാമലൈ. പക്ഷെ ഇപ്പോ അണ്ണാമലൈ പറയുന്നത് മോദി ചതിച്ചാശാനെ എന്നാണ്. തമിഴ്നാട്ടിലെ BJPയുടെ അധ്യക്ഷ സ്ഥാനം ഇപ്പോ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആർക്കും കയറിയിരിക്കുക. അധ്യക്ഷ സ്ഥാനത്ത് പലരും നോട്ടമിട്ടിരിക്കുകയാണ്. ഈ അണ്ണാമലൈ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ചെറുതല്ല BJPക്ക്, നാട്ടുകാർക്കല്ല BJPക്ക്. മോദിയോടാണ് പാപങ്ങൾ ചെയ്തത്. വളരെ എന്താ പറയുക, ക്രൂരമായ പാപകൃത്യങ്ങൾ. AIADMKയുടെ തണലിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരുന്നു, വല്ല നക്കാപ്പിച്ച സീറ്റും കിട്ടുമായിരുന്നു. അവരെ പണക്കി. ഇപ്പോ തമിഴ്നാട്ടിൽ AIADMK ഒന്നും അല്ലാതായി മാറി. AIADMK എന്നാലും DMK കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ അവർ തന്നെയാണ് ശക്തി. പക്ഷെ തമിഴ്നാട്ടിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും DMK സഖ്യത്തിൽ, DMK അല്ല ഇന്ത്യ മുന്നണി, DMKയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി തൂത്തുവാരി. കോയമ്പത്തൂരിൽ അണ്ണാമലൈ ദയനീയമായി തോറ്റു, അതീവ ദയനീയമായി തോറ്റു. എങ്കിലും തന്നെ മന്ത്രിയാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. മുൻ IPSകാരനായ തന്നെ മന്ത്രിയാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പാർട്ടിയുടെ ദക്ഷിണേന്ത്യൻ മുഖമായി BJP കൊണ്ടു നടന്നത് അണ്ണാമലയാണ്. ഇപ്പതാ കറിവേപ്പലാണൊക്കെ തള്ളി. മന്ത്രിയാക്കിയില്ല, തന്ത്രിയും ആക്കിയില്ല. അണ്ണാമലൈ എല്ലാം ഉപേക്ഷിച്ച് വിദ്യാഭ്യാസത്തിനായി ലണ്ടനിൽ പോവുകയാണ്. ഇനി തന്റെ മാർഗം, തന്റെ ലക്ഷ്യം വിദ്യാഭ്യാസമാണ്, തുടർ വിദ്യാഭ്യാസമാണെന്ന് അണ്ണാമലൈ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കൊള്ളാം, നല്ല വ്യക്തിത്വം. നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കണം. എങ്കിലേ ഒരു വ്യക്തിക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ പറ്റും. അണ്ണാമലൈ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്ന വ്യക്തിയായിരുന്നു. ലുലു മാള് തമിഴ്നാട്ടിൽ കൊണ്ടുവന്നാൽ അത് കത്തിക്കുമെന്ന് പറഞ്ഞു. സ്റ്റാലിൻ പറഞ്ഞു ഒന്നും ചെയ്യില്ല, തീപ്പെട്ടി ഒഴിച്ച് സിഗരറ്റ് കത്തിക്കുകയുള്ളൂ, ബാക്കി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. ലുലു മാൾ വന്നു. അവിടെ പോയി അണ്ണാമലൈ സാധനം വാങ്ങിച്ചതും വലിയ വാർത്തയായി. പറയാ അണ്ണാമലൈ ഓരോന്ന് പറയും, അത് തമിഴ്നാട്ടിലെ BJPക്ക് വലിയ ക്ഷീണമായി മാറി. അണ്ണാമലൈ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട്ടിലെ മുതിർന്ന BJP നേതാക്കൾ മോദിക്ക് കത്തെഴുതിയതൊക്കെ വലിയ വിവാദമായി മാറി. എന്നിട്ടും മോദി അംശയും ചേർന്ന് അണ്ണാമലയെ സംരക്ഷിച്ചു. അണ്ണാമലയിലൂടെ തമിഴ്നാട്ടിൽ താമര വിപ്ലവം പ്രതീക്ഷിച്ചു. ഒന്നും സംഭവിച്ചില്ല. ഇപ്പോ നിറഞ്ഞ കണ്ണുകളോടെ, നിശബ്ദ വേദനയോടെ ലണ്ടനിലേക്ക് വിദ്യാഭ്യാസത്തിന് പോവുകയാണ് നമ്മുടെ പാവം അണ്ണാമലൈ.